ആദരണീയ ആചാര്യന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന നാരായണാലയത്തിലെ പുണ്യസ്വാമിജിയോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കർക്കിടക മാസം വന്നാൽ കേരളത്തിലെ ഓരോ വീട്ടിലും ഒരു ശബ്ദം മുഴങ്ങും: ശ്രീരാമ ജയരാമ ജയ ജയരാമ. ഈ മാസം നമ്മുടെ പൂർവികർ വെറുതെ പറഞ്ഞതാണോ രാമായണം വായിക്കണമെന്നത്? അല്ല, അവർക്കറിയായിരുന്നു ഈ മഴ ശരീരത്തെ ശുദ്ധീകരിക്കും, രാമായണം മനസ്സിനെ ശുദ്ധീകരിക്കും. ഒരു ചെറിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരാപ്പിള് താഴെ വീണു. അപ്പോൾ ന്യൂട്ടൻ ആലോചിച്ചു, ഈ ആപ്പിൾ എന്തുകൊണ്ട് താഴെ വീണു, എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോയില്ല? അതിൽ നിന്നാണ് ന്യൂട്ടൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് വേറൊരാൾ ചോദിച്ചു, ഞാൻ ഈ പ്രകാശത്തിന്റെ നേരെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചോദ്യമാണ് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിന് വഴിതെളിച്ചത്. അപ്പോൾ ഒരു ചോദ്യം: അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മൾ ചെറുപ്പത്തില് നമുക്ക് ഓരോരുത്തരും പറഞ്ഞു തന്നിട്ടുണ്ട്, പണ്ട് അയോധ്യയില് ദശരഥൻ എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ നിന്നാണോ രാമായണം തുടങ്ങുന്നത്? അല്ല, ഈ രാമായണം തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. ആ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ജഗത് മാതാവായ പാർവതി ദേവിയാണ്. ഒരിക്കല് പരമശിവനും പാർവതിയും കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏകാന്തമായി ഇരിക്കുന്ന സമയത്ത് പാർവതി ദേവിയുടെ മനസ്സിലൊരു സംശയം ഉദിച്ചു. ആ സംശയം നമ്മുടെ എല്ലാ മനസ്സിലുള്ള അതേ സംശയം തന്നെയാണ്. എന്താ ചോദിച്ചെന്നറിയോ? ലോകം മുഴുവനും ശ്രീരാമനെ പരബ്രഹ്മമെന്നും വിഷ്ണുവിന്റെ അവതാരം എന്നും പറയുന്നു. എന്നാൽ ഞാൻ കണ്ട ശ്രീരാമൻ വനവാസം അനുഷ്ഠിച്ചു, സീതയെ അന്വേഷിച്ച് നടന്നു, പിന്നെ കുറെ ദുഃഖിച്ചു. ഇതൊക്കെയാണോ? പരബ്രഹ്മത്തിന് എന്തിനു ദുഃഖം? അല്ലെ? ആ ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അപ്പോൾ ഭക്തിയോടെയും വിനയത്തോടെയും ദേവി ശിവഭഗവാനോട് ചോദിച്ചെന്താണ്? ദേവദേവ മഹാദേവ സംസാരാർണവതാരക രാമദത്വം പരം ബ്രൂഹി ഏന മോക്ഷമവാപ്നുയാം. ദേവാദിദേവ, സംസാര സാഗരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സഹായിക്കുന്ന ശ്രീരാമ തത്വം എനിക്ക് ഉപദേശിച്ചാലും. പരമശിവൻ വളരെ സന്തോഷിച്ചു. കാരണം ദേവി ചോദിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്, അല്ലെ? നമ്മളൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും വേറെ കാര്യങ്ങളാ ചോദിക്കുക. പക്ഷെ ദേവിയുടെ ആ ചോദ്യം, ഭാര്യയുടെ ആ ചോദ്യം കേട്ടപ്പോ പരമശിവന് ഭയങ്കര സന്തോഷായി. അപ്പോ ശിവൻ പറയാണ്, ദേവി, ഇത് അതീവ രഹസ്യമായ ജ്ഞാനമാണ്. മുമ്പ് ശ്രീ മഹാവിഷ്ണു ഇത് ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു. ശിവൻ ആദ്യം എന്താ പറയണേ? രാമന്റെ യഥാർത്ഥ രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ ദശരഥന്റെ മകൻ മാത്രമല്ല, അദ്ദേഹം സച്ചിദാനന്ദ സ്വരൂപനായ പരബ്രഹ്മമാണ്. പാർവതി വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം മനുഷ്യനെ പോലെ പെരുമാറി? എന്തിനു കരഞ്ഞു? എന്തിനു ദുഃഖിച്ചു? ശിവൻ മറുപടി നൽകുന്നു. ഒരു മഹാനടൻ, നമുക്കിപ്പോ പറയുകയാണെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ, അവരൊക്കെ എന്താണ് പല ഇതായിട്ടും അഭിനയിക്കുന്നുണ്ട്, ഭ്രാന്തനായിട്ടും ഭിക്ഷക്കാരനായിട്ടും. അപ്പൊ അവരത് അഭിനയിക്കുമ്പോൾ അവർ ആക്ച്വലി ഭിക്ഷക്കാരനോ ഭ്രാന്തനോ ആണോ? അല്ല, അത് അവരുടെ അഭിനയമാണ്. അതുപോലെ തന്നെയാണ് പരബ്രഹ്മം മനുഷ്യനായി അവതരിച്ചപ്പോ മനുഷ്യന് എങ്ങനെയാണോ ധർമ്മത്തിൽ സഞ്ചരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരബ്രഹ്മം മനുഷ്യരൂപം സ്വീകരിച്ചത്. ഇതിനു ശേഷമാണ് ശിവൻ രാമജനനം മുതൽ പട്ടാഭിഷേകം വരെ മുഴുവൻ ആധ്യാത്മരാമായണം വിവരിക്കുന്നത്. ഇന്ന് മനുഷ്യന് വിവരങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ വിവേകം അതില്ല. അതിനാണ് ഇന്നും ഈ രാമായണം പ്രസക്തമായിരിക്കുന്നത്. നമ്മളെ കുട്ടികളെ പലതും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഈ രാമായണം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിവേകബുദ്ധി ഉണ്ടാവും. ഇവിടെയാണ് ഉമാമഹേശ്വര സംവാദം പ്രസക്തമാകുന്നത്. ശിവൻ പറയുന്നത് ഒരു മാർഗമാണ്: ധർമ്മത്തിൽ ജീവിക്കുക, രാമനാമം ജപിക്കുക, ആത്മാവിനെ അറിയുക. ഇവിടെ ഒരു മനോഹരമായ ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു. ശിവൻ പറഞ്ഞു, രാമൻ പരബ്രഹ്മമാണ്. അപ്പോൾ നമുക്ക് സംശയം എന്തായാലും ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് അയോധ്യയിൽ പിറന്നു? എന്തുകൊണ്ട് ദശരഥന്റെ പുത്രനായി പിറന്നു? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലും വരും. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറച്ച് പിൻകാലത്തേക്ക് പോകേണ്ടതുണ്ട്. ഇത് നടക്കുന്നത് സത്യലോകത്തിലാണ്.
സത്യലോകത്തില് ബ്രഹ്മാവ് ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഭൂമിദേവിയും ഋഷിമാരും ദേവന്മാരും എല്ലാവരും കൂടി പോയിട്ട് കണ്ണീരോടെയും സങ്കടത്തോടെയും പറയാണ്, ഈ രാക്ഷസന്മാരുടെ ഇതുകൊണ്ട് അവർക്ക് പൂജ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭൂമിദേവിക്ക് ഭാരം ഒരുപാട് അനുഭവപ്പെടുന്നു, അപ്പൊ ഇതിൽ നിന്നൊരു മുക്തി തരണേ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവനോട് പറയാണ്. അപ്പോ ബ്രഹ്മദേവൻ കുറച്ചു നേരം സമാധിയിലിരുന്നപ്പോ മനസ്സിലായി ഇതിന്റെ കാരണവും അതിനുള്ള എന്താണ് പ്രതിവിധി ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. നേരെ ബ്രഹ്മ ഭഗവാൻ നേരെ ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് ശ്രീ മഹാവിഷ്ണുവിനെ നന്നായി സ്തുതിക്കുക. അധ്യാത്മരാമായണത്തിലെ സ്തുതി പറയുന്നുണ്ടല്ലോ, നന്നായി ഭജിക്കും. അതിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ബ്രഹ്മാവ് പറയാണ്, ഇങ്ങനെ ഭൂമിയിൽ ഒരുപാട് ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ട്. വൈശ്രവസിന്റെ മകനായ രാവണൻ എന്ന രാക്ഷസൻ ഒരുപാട് ദ്രോഹം ചെയ്യുന്നു, ആരെയും പൂജ ചെയ്യാൻ അനുവദിക്കുന്നില്ല. പക്ഷേ അത് എന്താ പറയാ, എന്റെ കയ്യിൽ നിന്ന് വന്നത് തന്നെ ഒരു അബദ്ധമാണ്. അങ്ങ് രാവണൻ പ്രാർത്ഥിച്ചിട്ട് എന്നിൽ നിന്നൊരു വരം നേടിയിട്ടുണ്ട്. ആ വരത്തില് ദേവന്മാരാൽ കൊല്ലപ്പെടാൻ പാടില്ല, രാക്ഷസന്മാരാൽ കൊല്ലപ്പെടാൻ പാടില്ല, മൃഗങ്ങളാൽ, അങ്ങനെയുള്ള വരങ്ങളെല്ലാം നേടിയിട്ടുണ്ട്. പക്ഷെ അവനെ കൊല്ലണമെങ്കിൽ ഒരു മനുഷ്യനായിട്ട് തന്നെ അവതരിക്കണം. രാവണൻ വിചാരിക്കണ്ടാവും ഈ മനുഷ്യൻ നിസാര ജീവി, അവൻ എന്നെ എന്ത് ചെയ്യാനാണ് വേണ്ടിട്ട് അത് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഈ മനുഷ്യനായിട്ട് തന്നെ ഇതാക്കണം. അപ്പോ മഹാവിഷ്ണു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഇത് എനിക്കിനി ഭൂമിയിൽ ഒരു മനുഷ്യജന്മം എടുക്കേണ്ട സമയമായി. അതിനെന്താ പറയാ, കശ്യപ പ്രജാപതി ഇപ്പൊ അയോധ്യയില് ദശരഥ മഹാരാജാവായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിഥി കൗസല്യാദേവിയായിട്ടും പറന്നിട്ടുണ്ട്. അപ്പോ അവരുടെ കശ്യപ പ്രജാപതി ആയിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവര് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, ഞാൻ നിന്റെ മകനായി ഭൂമിയിൽ പിറക്കാമെന്ന്. അപ്പൊ അതിനുള്ള അവസരം കൂടിയിട്ടാണ്. അപ്പൊ ഭഗവാനോട് പറയും, ബ്രഹ്മാവിനോട് പറയും, വിഷമിക്കണ്ട, ഞാൻ ഇത് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ജനിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് വന്നിട്ട്, ബ്രഹ്മാവ് ഒറ്റയ്ക്കാണ് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് പോയിട്ട് ഭൂമിദേവിയോട് പറയും, സമാധാനിക്കൂ, എല്ലാറ്റിനും നമുക്ക് ഭഗവാൻ പരിഹാരമുണ്ടാക്കും. പിന്നെ ദേവന്മാരോട് പറയും, മഹാവിഷ്ണു മനുഷ്യനായി ജന്മം എടുക്കാൻ പോവല്ലേ, അപ്പോൾ മഹാവിഷ്ണുവിന് വേണ്ട എല്ലാ സേവകളും ചെയ്ത് നിങ്ങൾ വാനരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കണം എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും മഹാവിഷ്ണുവിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ വാനരന്മാരായിട്ട് ജനിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന വാനരസംഘം, ഇതിൽ കാണുന്ന വാനരസംഘം. അപ്പോ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് അയോധ്യയിലേക്ക് പോകാം. അയോധ്യയിൽ അടുത്തത് എന്താണ്, ഭഗവാൻ ജനിക്കണം. അതിനു വേണ്ടിയിട്ട് അടുത്ത ദശരഥൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ദശരഥന് എല്ലാം ഉണ്ട് അല്ലെ, നല്ല ധർമ്മിഷ്ഠനായ രാജാവാണ്, നല്ല പോലെ എല്ലാ ഐശ്വര്യങ്ങളും ആ രാജ്യത്തുണ്ട്. അയോധ്യ യുദ്ധമില്ലാത്ത രാജ്യം, എല്ലാം ഉണ്ട്. പക്ഷെ മനസ്സിനൊരു സമാധാനമില്ല അല്ലെ. നമ്മുടെയും പല ആൾക്കാരുടെയും കാര്യങ്ങൾ ആലോചിച്ചാൽ അതല്ലേ, നമുക്ക് എല്ലാം ഉണ്ട്, AC ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മനസ്സമാധാനം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണത്? അപ്പൊ അതിന് സമയത്ത് ഇങ്ങനെ ദശരഥൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ആരോടാ പോയി ചോദിക്കുന്നത്? ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്. വസിഷ്ഠ മഹർഷി, എനിക്ക് ഒരു പുത്രനെ വേണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വസിഷ്ഠ മഹർഷി ഉപദേശിക്കും, പുത്രകാമേഷ്ടി യാഗം നടത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്നത്തെ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇതാണ്, ഒരു ഗുരുവിനെ സന്ദർശിച്ചിട്ട് ഗുരുവിനോട്, രാജാവായ ദശരഥൻ പോലും ഗുരുവിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളാണെങ്കിലോ, നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ആണെങ്കിലോ എന്താ ചെയ്യുക? ടീച്ചറോടോ, അതൊന്നും വേണ്ട, നമുക്ക് ചാറ്റ് GPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അതെല്ലാം ചോദിച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ ഈ പൈതൃകം അന്ന് മുതലുള്ളതാണ്, എല്ലാം ഗുരുവിനോട് ചോദിച്ചിട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ പുത്രകാമേഷ്ടി യോഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ദശരഥൻ ചെയ്യാണ്. അതിന് ഋഷിശൃംഗ മഹർഷിയാണ് അതിന്റെ ആചാര്യനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ വസിഷ്ഠനും ഋഷിശൃംഗ മഹർഷിയും കൂടിയിട്ട് ആ പുത്രകാമേഷ്ടി യാഗം നല്ല പോലെ എല്ലാ ശാസ്ത്രവിധി പ്രകാരവും നന്നായിട്ട് എല്ലാവരെയും വിളിച്ച് നല്ല ആചാരങ്ങളോട് കൂടിയിട്ട് അവിടെ അയോധ്യയിൽ നടത്തി. ആ യാഗം നടക്കുന്ന സമയത്ത്, അവസാനിച്ച സമയത്ത് അതിൽ നിന്നും അഗ്നിദേവൻ ഒരു അമൃതം, അതായത് പായസമായിട്ട്, ഒരു സ്വർണ്ണ പാത്രത്തിൽ പായസമായിട്ട്
മോളിലേക്ക് വന്നു. എന്നിട്ട് ഈ ദിവ്യ പായസം ദശരഥന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഭാര്യമാർക്ക് ഭാഗിച്ചു കൊടുക്കൂന്ന്. അപ്പൊ ദശരഥൻ എന്ത് ചെയ്തു? കൗസല്യം കൈകേയി ഉണ്ടായിരുന്നു. അപ്പൊ കൗസല്യക്കും പകുതി കൊടുത്തു, കൈകേയിക്കും പകുതി കൊടുത്തു. ആ സമയത്ത് സുമിത്ര അവിടെ വന്നു. സുമിത്രയ്ക്ക് കൗസല്യ എന്ത് ചെയ്തു? കൗസല്യക്ക് കിട്ടിയതിന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അതേപോലെ തന്നെ കൈകേയി ഇത് കണ്ടിട്ട് ഇതിന്റെ പകുതിയും കൊടുത്തു. അങ്ങനെ അവർ പായസം എല്ലാം കഴിച്ച് അപ്പൊ അഗ്നി ഭഗവാൻ ഇവർക്ക് അനുഗ്രഹവും കൊടുത്തു. ഇനി നിങ്ങൾക്ക് നല്ല സൽപുത്രന്മാരുണ്ടാവും, എല്ലാവർക്കും സൽപുത്രന്മാരുണ്ടാവും എന്നുള്ള അനുഗ്രഹവും കൊടുത്തിട്ട് ആ യാഗം അവിടെ അവസാനിക്കുകയാണ്. ഈ കഥയെ നമ്മൾ ചരിത്രമായി മാത്രം കണ്ടാൽ അതിന്റെ പകുതി മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ആധ്യാത്മരാമായണം ഇതിലൂടെ ആഴത്തിലുള്ള ഒരു ആത്മീയ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഈ യാഗം നടത്തുന്ന സമയത്ത് പല കാര്യങ്ങളും, ദശരഥന്റെ പുത്രകാമേഷ്ടി ഒരു രാജാവിന്റെ യാഗമല്ല, ഓരോ മനുഷ്യന്റെയും ആത്മീയ യാത്രയുടെ തുടക്കമാണ്. യാഗം പഠിപ്പിക്കുന്ന എന്തൊക്കെയാണ്? ഗുരുവിനെ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ പരിശ്രമവും ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും നേടാൻ പറ്റൂ, ഓരോ വിജയങ്ങളും നേടാൻ പറ്റൂ. സ്വയം ശുദ്ധീകരിക്കുക. ഈ യാഗം പറയുന്നത് സ്വയം ശുദ്ധീകരിക്കലാണ്. ധർമ്മത്തെ ജീവിതത്തിൽ ജനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ശ്രീരാമ അവതാരം സംഭവിക്കും. പ്രിയരെ, ഒരു വിത്ത് വിതച്ചാൽ ഉടനെ വൃക്ഷമാകില്ല. കാരണം അതിന് സൂര്യപ്രകാശം വേണം, വെള്ളം എല്ലാം വേണമല്ലോ. പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടു. കാലം പൂർത്തിയായപ്പോൾ ചൈത്രമാസം ശുക്ലപക്ഷം നവമി തിഥി പുനർവസു, അതായത് പുണർദ നക്ഷത്രത്തിൽ ഭൂമി കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. പരബ്രഹ്മം മനുഷ്യനായി അവതരിച്ചു. ഇനി മുതൽ ശ്രീരാമാവതാരം തുടങ്ങുകയാണ്. അപ്പോൾ കൗസല്യാദേവിക്ക് പരബ്രഹ്മം അവതരിച്ച സമയത്ത് ആധ്യാത്മരാമായണത്തിൽ എന്താ പറയണ? ചതുർഭുജനായിട്ടാണ്, അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് കുട്ടി പിറന്നത്. നല്ല നീല കണ്ണുകൾ, നീണ്ട കണ്ണുകളും നല്ല ഭംഗിയുള്ള കിരീടവും ചതുർഭുജങ്ങളും എല്ലാമായിട്ടുള്ള കണ്ടപ്പോ കൗസല്യാദേവി ആകെ ഇതായി. കൗസല്യാദേവി കൈകൂപ്പി പ്രാർത്ഥിച്ചു. വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചു, നന്നായി സ്തുതിച്ചതിന് ശേഷം കൗസല്യ എന്തായാലും ഒരു അമ്മയല്ലേ, അമ്മ ആ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, പ്രഭു എനിക്ക് മാതൃസ്നേഹത്തോടെ നിന്നെ വളർത്തണം, ഈ ദിവ്യ രൂപം മറിച്ച് ഒരു ശിശുരൂപം സ്വീകരിക്കണമേ. അപ്പൊ വിഷ്ണുവിന് മനസ്സിലായി അല്ലേ, നമുക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെയല്ലേ, കുട്ടികളെ അല്ലേ. അപ്പൊ ആ കുട്ടി ഒരു ശിശുവിന്റെ രൂപത്തിലായിട്ട് മാറി ഭഗവാൻ പുഞ്ചിരിയോടെ. അതോടൊപ്പം അയോധ്യ മുഴുവൻ ആനന്ദത്തിൽ ആറാടി അല്ലേ. ദശരഥൻ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര ദേവലോകം പുഷ്പവൃഷ്ടി നടത്തിയെന്നാ പറയണേ. ഗന്ധർവന്മാർ ഗാനമാലപിച്ചു, ഋഷിമാർ സ്തോത്രങ്ങൾ പാടി. അങ്ങനെ പിന്നെ അടുത്ത ദിവസം 4 പുത്രന്മാർ അവർക്കുണ്ടായി. കൈകേയിയില് ഭരതനും സുമിത്രയില് പായസം 2 പേരിൽ നിന്നും കഴിച്ചതുകൊണ്ട് ലക്ഷ്മണനും ശത്രുഘ്നനും അങ്ങനെ 2 കുട്ടികൾ. അങ്ങനെ ദശരഥന് 4 പുത്രന്മാർ അവിടെ പിറക്കുകയാണ്. ഇതാണ് രാമന്റെ ജനനകഥ. പക്ഷേ ആധ്യാത്മരാമായണം ഒരിക്കലും കഥയിൽ നിൽക്കുന്നില്ല അല്ലെ. അത് ഓരോ സംഭവത്തിന്റെയും പിന്നിലെ ആത്മീയ സത്വം നമ്മെ പഠിപ്പിക്കുന്നു. രാമൻ ഒരു ചരിത്രപുരുഷൻ മാത്രമാണോ? സീത ഒരു രാജ്ഞി മാത്രമാണോ? രാവണൻ ലങ്കയിലെ ഒരു രാജാവ് മാത്രമാണോ? ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പ്രതീകങ്ങളാണ്. ഇവിടുന്ന് രാമായണ തത്വം ഞാൻ കുറച്ച് പറയാം, സമയം വൈകി. എന്തായാലും വേഗം ഞാൻ അതൊന്ന് പറഞ്ഞു നിർത്താം. എനിക്ക് മനസ്സിലായ രാമായണ തത്വം, മനുഷ്യജീവിതത്തിന്റെ ആത്മീയ മാർഗദർശിയാണ് രാമായണം. രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീരാമൻ ധർമ്മത്തിന്റെ മൂർത്തിമൽ ഭാവമാണ്. നമ്മൾ രാമായണം വായിക്കുമ്പോൾ പലരും കരുതുന്നത് അത് ഒരു രാജാവിന്റെ കഥയാണ്, സീതയെ കട്ടുകൊണ്ടുപോയ കഥയാണ്, രാമൻ രാവണനേതാണ്. എന്നാൽ മഹാന്മാർ പറയുന്നത് അതല്ല. രാമായണം കഥയല്ല, അത് ജീവിതമാണ്. രാമായണം വായിക്കുന്നത് ശ്രീരാമനെ അറിയാനല്ല, നമ്മെ തന്നെ അറിയാനാണ്. അധ്യാത്മരാമായണം മുഴുവൻ ഈ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് രാമായണം? അതിനെ നമ്മൾ വിഭജിച്ച് വായിക്കുകയാണെങ്കിൽ രാമ ആയണം, അതായത് ആയനം പറഞ്ഞാൽ യാത്ര, രാമന്റെ യാത്ര. നമ്മൾ രാമന്റെ യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് രാമനെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് രാമന്റെ യാത്ര മാത്രമല്ല, അതിലെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് നടത്തുന്ന ആത്മീയ യാത്ര കൂടിയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കഥയാണ്. അയോധ്യ എന്താണ്? അതാണ് നമ്മുടെ ഹൃദയം.
അയോധ്യ എന്താ പറഞ്ഞ യുദ്ധമില്ലാത്ത സ്ഥലം. നമ്മുടെ ഹൃദയം യുദ്ധമില്ലാത്തതാണോ? എപ്പോഴും ടെൻഷനല്ലേ, യുദ്ധം. അയ്യോ അത് വേണോ, ഇത് വേണോ, അത് ചെയ്യണ്ട, മതം, മാത്സര്യ, കാമ, ക്രോധ എല്ലാം നമ്മുടെ മനസ്സിൽ നടക്കുക. അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും ഒരു അയോധ്യ പോലെ ആക്കാൻ പറ്റും. ആദ്യം ഹൃദയത്തെ അയോധ്യയാക്കുക. ദശരഥൻ ആ പേരിൽ തന്നെയുണ്ട്. 10 ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് ദശരഥൻ, അല്ലേ? അപ്പം നമുക്കും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഇതിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കും ദശരഥനെ പോലെ ആവാം. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ഫോണ് രാവിലെ എണീച്ച മൊബൈൽ നോക്കിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി, അല്ലേ? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ടി വിയിൽ കാണുന്ന പല അഡ്വർടൈസ്മെന്റുകളും കണ്ടിട്ട് അടുത്ത ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഈ അഡ്വർടൈസ്മെന്റും ഈ മൊബൈലും ഒക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇന്ദ്രിയങ്ങളുടെ രാജാവാകൂ, അടിമയാകരുത്. ശ്രീരാമൻ എന്താ? ധർമ്മം തന്നെയല്ലേ? അപ്പൊ ആ ധർമ്മം, രാമൻ ദൈവമാണ്. അതിലും വലിയ സത്യം, രാമൻ ധർമ്മമാണ്. അദ്ദേഹം ഒരിക്കലും ചോദിച്ചില്ല. നമ്മൾ രാമായണം വായിക്കുമ്പോൾ മനസ്സിലാവും, ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, രാമൻ ചോദിച്ചൂടെ എന്തിനു ഞാൻ പോകണം, എന്തിനു വനവാസത്തിന് പോകണം എന്നൊക്കെ. പക്ഷെ രാമൻ ഒരിക്കലും ചോദിക്കില്ല. ധർമ്മത്തിൽ സഞ്ചരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ധർമ്മത്തിൽ സഞ്ചരിക്കണം എന്നുള്ളത്. ഇന്ന് ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും എനിക്ക് എന്ന ചിന്തയിലാണ്. നമ്മൾ എന്താ പറയാ, എനിക്ക്. പക്ഷെ ശ്രീരാമൻ അങ്ങനെയല്ല. മറ്റുള്ളവർ പറയണത് അത് ധർമ്മമാണെങ്കിൽ അതിൽ സഞ്ചരിക്കുകയാണ്. എനിക്ക് എന്നതിൽ നിന്ന് നമുക്ക് എന്നതിലേക്ക് വളരുക. സീത, ശുദ്ധഭക്തിയും ദൈവിക ശക്തിയും. സീതാദേവി ഒരു മഹാറാണി മാത്രമല്ല, അവൾ ലക്ഷ്മി ശക്തിയും ശുദ്ധഭക്തിയുമാണ്. സീതയെ നഷ്ടപ്പെട്ടപ്പോൾ രാമൻ അന്വേഷിച്ചു. അതിന്റെ തത്വം എന്താണ്? മനുഷ്യന് ഭക്തി നഷ്ടപ്പെട്ടാൽ ജീവിതം ശൂന്യമാകും. പലരും ഇന്നത്തെ കാലത്ത് എന്താണ് ഭക്തി, എന്തിനാ ഭക്തി എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരുന്നിട്ടേ കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിലാണ്, പുറമെ അന്വേഷിക്കേണ്ടതല്ല. ഭക്തി നമ്മുടെ ഉള്ളിലാണ്. ലക്ഷ്മണൻ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ലക്ഷ്മണൻ വിവേകം. ഇന്നത്തെ കാണാൻ കഴിയണത് എന്താണ്? ഒരു 10 A+ ഉണ്ട്, 98%, 99% മാർക്കുണ്ട്. പക്ഷെ ആ കുട്ടികളിൽ വിവേകം പറയണത് ഇല്ല. അതെന്താ പറയുക? നമ്മുടെ കുട്ടികളെ രാമായണം വായിക്കാൻ പഠിപ്പിക്കുന്നില്ല, അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്നില്ല. രാമായണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ വിവേകം വരും. വിവേകമാണ് വേണ്ടത്. വിവേകം, ആത്മാവിനെ വിട്ടുപോകരുത്. ഇന്ന് വിദ്യാഭ്യാസം വളരുന്നു, പക്ഷേ വിവേകം കുറയുന്നു. അറിവ്, എല്ലാവർക്കും നല്ല അറിവാണ്, എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവർക്കെല്ലാം പറയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു നെഞ്ഞുവേദന വന്ന് ഒരാൾ കടക്കുകയാണ്, ഒരു വിവേകം എന്ത് ചെയ്യണം അത് അവർക്കറിയില്ല. അവർ പരിഭ്രാന്തരാകുന്നു. ഇന്ന് നമ്മൾ എത്രയോ കേസുകൾ കാണുന്നു. IIT പഠിക്കുന്ന കുട്ടി, മെഡിസിന് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എന്തിന്? അവരിൽ വിവേകമില്ല, വിവേകം വളർന്നിട്ടില്ല. അപ്പോൾ ഈ രാമായണം ഇന്നത്തെ കാലത്തും അതുകൊണ്ട് അത്രയും പ്രസക്തമാണ്. ഹനുമാനാണ് ഭക്തിയും സേവനവും. സേവനമാണ് മഹത്വം. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ അടിയിൽ ഒരു ചെറിയ ഒപ്പിട്ട് വെക്കും. എന്താണ്? 4 ആൾക്കാർ അറിയട്ടെ, ഇത് എന്റെയാണ്, ഇത് ഞാൻ ചെയ്തതാണ്, പക്ഷെ ഹനുമാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഇത് എന്റെയാണ്, ഞാനാണ്, ഇല്ല. അപ്പൊ നമ്മൾ എന്താ വെക്കേണ്ടത്? പ്രശസ്തിയല്ല, സേവനമാണ് മഹത്തായത്. രാവണനാണ് ശത്രു. അതിലും രാമന്റെ ശത്രു പോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള രാവണനാണ് നമുക്ക് ശത്രു. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ദ്വേഷം. ഈ 10, അതായത് രാവണന്റെ 10 അഹങ്കാരങ്ങൾ, അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ ശ്രീരാമ ജയന്തിക്ക് കത്തിക്കില്ലേ ഇത് രാവണന്റെ പ്രതിമയല്ല കത്തിക്കേണ്ടത്, നമ്മളിലുള്ള അഹങ്കാരത്തെ കത്തിക്കണം. അപ്പോഴാണ് നമ്മൾ രാമന്റെ ജനനം ആഘോഷിക്കേണ്ടത്. ലങ്ക എന്താണ്? സ്വർണവർണ്ണമായ ലങ്ക. അതെന്താണ്? ഭോഗത്തിന്റെ പ്രതീകമാണ്. പക്ഷേ അവിടെ എന്താണ്? എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഉണ്ടോ? ലങ്കയിൽ എപ്പോഴും ദുഃഖം തന്നെയല്ലേ, സങ്കടം തന്നെയല്ലേ? അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. എല്ലാം ഉണ്ട്, നമുക്കെല്ലാം. പക്ഷെ നമ്മൾ ധർമ്മത്തിൽ സഞ്ചരിക്കാത്തതുകൊണ്ട്, ഭഗവാനെ വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മളിൽ പലർക്കും കുറേ ദുഃഖങ്ങളും കൂടെയുണ്ട്. മനസ്സമാധാനമില്ല, എന്നും വിഷമം തന്നെ. അത് ഭക്തിയുടെ, അതായത് സൗകര്യം സന്തോഷമല്ല, ധർമ്മമാണ് സന്തോഷം എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ പാലം, ഭക്തിയുടെ ശക്തി. രാമസേതു കെട്ടിയത് ആരാണ്? വലിയ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊന്നുമല്ല,
കുരങ്ങുകളാണ് അല്ലെ കെട്ടിയത്, വാനരന്മാരാണ് കെട്ടിയത്. അപ്പൊ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സമർപ്പണം. ഇപ്പൊ ഭഗവാന് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറെ പൈസയും കുറെ സ്വർണം അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ സമർപ്പണത്തോടുകൂടി ഒരു തുളസി ഇലയോ ഒരു പൂവോ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ സന്തുഷ്ടനാവും. അതാണ് പറയുന്നത്, ചെറിയ സേവനവും ദൈവത്തിന് മഹത്തരമാണ്. രാമരാജ്യം ഒരു വലിയ രാഷ്ട്രീയ സംവിധാനമൊന്നുമല്ല, അത് ഒരു ജീവിത രീതിയാണ്. വീട്ടിൽ സ്നേഹമുണ്ടെങ്കിൽ അത് രാമരാജ്യം, ഓഫീസിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അത് രാമരാജ്യം, ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ അത് രാമരാജ്യം. രാമായണത്തിന്റെ 5 മഹാസന്ദേശങ്ങൾ. ധർമ്മം ഒരിക്കലും തോൽക്കില്ല. നമ്മളെ കഷ്ടപ്പെടുത്തുമായിരിക്കാം, പക്ഷേ അവസാനം വിജയം ധർമ്മത്തിന് മാത്രമായിരിക്കും. അതാണ് രാമൻ നമ്മളെ പഠിപ്പിച്ചത്. അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും. രാവണന്റെ അനുഭവം. നല്ല കൂട്ടുകെട്ട് ജീവിതം മാറ്റും. ഹനുമാൻ, സുഗ്രീവൻ, വിഭീഷണൻ, അവരുടെ ആ കൂട്ടുകെട്ടാണ് ആ ജീവിതം തന്നെ. അത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ പ്രധാനമാണ്. ഓരോരുത്തരും നമ്മുടെ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കുക. നമ്മുടെ മക്കളോട് പറയുക, നല്ല കൂട്ടുകെട്ട്, നല്ല സത്സംഗം അത് എന്നും ആവശ്യമാണ്. നമ്മുടെ കുടുംബമാണ് ഒരു ഗുരുകുലം. ആദ്യത്തെ 5 വയസ്സ് വരെ കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതെല്ലാം നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ, ഏട്ടൻ, ഏടത്തിയമ്മ ഇവരെല്ലാം എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് രാമായണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദൈവം പുറത്തല്ല. അധ്യാത്മരാമായണം പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആത്മ ചൈതന്യമാണ് രാമൻ. ഇന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ, ഇന്ന് എല്ലാവരും AI കുറിച്ചാണല്ലോ പറയണത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷേ രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് SI ആണ്, സ്പിരിച്വൽ ഇന്റലിജൻസ്. AI ജോലി ചെയ്യാൻ പഠിപ്പിക്കും, പക്ഷേ രാമായണം ജീവിക്കാൻ പഠിപ്പിക്കും. അർത്ഥം മനസ്സിലാക്കി രാമായണം പഠിച്ച നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ ജീവിതം സമ്പന്നമാവും. AI വിവരങ്ങൾ നൽകും, രാമായണം വിവേകം നൽകും. AI യന്ത്രങ്ങളെ ബുദ്ധിമാനാക്കും, രാമായണം മനുഷ്യനെ മഹാനാക്കും. രാമായണം അവസാനിക്കുന്നത് രാവണവധത്തിലല്ല, അത് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ രാവണനെ ജയിക്കുമ്പോഴാണ്. ഹൃദയത്തിൽ ധർമ്മം ജനിക്കുമ്പോൾ അത് രാമജന്മം, അഹങ്കാരം നശിക്കുമ്പോൾ അത് രാവണവധം, മനസ്സിൽ സമാധാനം വരുമ്പോൾ അത് രാമരാജ്യം. അതിനാൽ നമുക്ക് ദിവസവും ഒരു ശ്ലോകമെങ്കിലും രാമായണത്തിൽ നിന്ന് വായിക്കാം, ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിയോടെ ജപിക്കാം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഈ ശ്ലോകം പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് പാർവതി ദേവിയോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ കേൾക്കുകയാണെങ്കിൽ, യങ്സ്റ്റേഴ്സൊക്കെ കേൾക്കുകയാണെങ്കിൽ, ഇത് ത്രേതായുഗത്തിൽ നടന്ന സംഭവമല്ലേ, ഇന്ന് ഇതിനെന്താ പ്രസക്തി? പക്ഷെ വളരെ പ്രസക്തിയുണ്ട്. കാരണം കാലം മാറി, മനുഷ്യന്റെ വസ്ത്രം മാറി, സാങ്കേതിക വിദ്യ മാറി, പക്ഷേ മനുഷ്യന്റെ മനസ്സ് അതും അന്നത്തെ പോലെ തന്നെയാണ് അല്ലേ. ഇന്നും നമ്മുടെ മനസ്സിൽ രാവണനുണ്ട്. രാവണൻ ജീവിക്കുന്നു ലങ്കയിലല്ല, നമ്മുടെ അഹങ്കാരത്തിൽ. ഇന്നും സീതയെ നഷ്ടപ്പെടുന്നു, പക്ഷെ കാട്ടിലല്ല, നമ്മുടെ ഭക്തിയിൽ. ഇന്നും ഹനുമാനെ വേണം, പക്ഷെ മല കയറ്റാനല്ല, മനസ്സിനെ ഉയർത്താൻ. അതുകൊണ്ടാണ് രാമായണം ഇന്നും ജീവിക്കുന്നത്. ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിലും നമ്മൾ ഈ രാമായണം വായിക്കുന്നത് എന്തുകൊണ്ടാണ്? രാമായണം ഇന്നും പ്രസക്തമാണ്. രാമായണം വായിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, രാമായണം വായിക്കേണ്ടത് രാമനെ അന്വേഷിക്കാനല്ല, നമ്മുടെ ഉള്ളിലെ രാവണനെ കണ്ടെത്താനാണ്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളെല്ലാ വർഷവും അല്ലേ, ഓരോ വർഷം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നു. പക്ഷേ രാമായണം നമ്മുടെ വീട്ടിൽ വന്നു, അതോ രാമൻ ഹൃദയത്തിൽ വന്നു? ഈ ഒരു ചോദ്യം ഇന്ന് ഇവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക. അഹങ്കാരം മരിക്കുന്ന ദിവസം, അതാണ് യഥാർത്ഥ വിജയദശമി. ധർമ്മം ജനിക്കുന്ന ദിവസം, അതാണ് യഥാർത്ഥ രാമനവമി. മനസ്സ് സമാധാനമാകുന്ന ദിവസം, അതാണ് യഥാർത്ഥ അയോധ്യ. സ്നേഹം നിറയുന്ന വീട്, അതാണ് യഥാർത്ഥ രാമരാജ്യം. പൂജ്യ സ്വാമി ചിന്മയാനന്ദജി മനോഹരമായി പറഞ്ഞിട്ടുണ്ടല്ലേ, റിലീജിയൻ ഈസ് നോട്ട് മെന്റ് ഫോർ ദ നെക്സ്റ്റ് വേൾഡ്, ഇറ്റ് ഈസ് മെന്റ് ടു മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. അതിനർത്ഥം ആത്മീയത മരണശേഷം ലഭിക്കാനല്ല. പലരുടെ ഇതിലും പറയുന്നുണ്ട് അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും അങ്ങനെ. അതല്ല, ആത്മീയത മരണശേഷമല്ല, ഇവിടെ ജീവിക്കുന്ന ഓരോ ദിവസവും മനോഹരമാക്കാനുള്ള മാർഗമാണ് ഈ ആത്മീയത. അതുപോലെ പൂജ്യസ്വാമി ദയാനന്ദ സരസ്വതി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രോബ്ലം ഈസ് നോട്ട് ദ വേൾഡ്, ദ പ്രോബ്ലം ഈസ് ദ വേ ടു സീ ദ വേൾഡ്. രാമായണം നമ്മുടെ ലോകത്തെ മാറ്റുന്നില്ല, നമ്മുടെ ദൃഷ്ടിയെ മാറ്റുന്നു അല്ലെ. നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അതാണ്
അതാണ് മാറ്റേണ്ടത്. അപ്പൊ രാമായണം അത് നമ്മളെ മാറ്റുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആപദാമപഹാർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നമസ്തേ.